ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിലെ ലുലു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വാഴക്കൊലയല്ലേ, വാഴേൻ്റെ അത് എല്ലാ വാഴക്കൊലയിലും പറ്റൂല, പച്ചക്കായ പറ്റൂല. ഈ വലിപ്പമുള്ള വെണ്ണീർ പൂവ് എന്ന് പറഞ്ഞ വാഴേൻ്റെ കായ ഉപയോഗിച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർ കാണുക, അറിയുന്നവർ കാണുക. അവർ വേറെ രീതിയിലേക്കും ഞാൻ വേറെ രീതിയിലായിരിക്കുന്നത്. ഇപ്പം ഞാൻ മറ്റേ നേന്ത്രവാഴയുടെ ചിപ്സ് ഉണ്ടാക്കുന്ന ഷോപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ അവരെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാൻ എങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-11 വർഷത്തോളം ആവാറായി. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വീട് വിറ്റ് പോകുന്ന സമയത്ത് അവൾ എനിക്ക് ഇതിൻ്റെ ഒരു വാഴേൻ്റെ ഒരു കന്ന് തന്നതാട്ടോ. ഒരു തൈ തന്നു. ആ തൈ ഞാൻ വെച്ച് അതുപോലെ കുറേ ഉണ്ടായിട്ട് അതൊന്നും ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ പച്ചക്കായൻ്റെ ഈ കായക്ക് നല്ല പൊടി. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് തോന്നി ഇതൊന്ന് വറുത്ത് നോക്കിയാലോ, ചിപ്സാക്കി നോക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ ജസ്റ്റ് വെറുതെ ചിപ്സാക്കി നോക്കിയപ്പം സാധാരണ നമ്മൾ നേന്ത്രക്കായൻ്റെ ചിപ്സ് വയ്ക്കില്ലേ, അതേ ഒരു 90% അതേപോലെ തന്നെ തോന്നിട്ടോ ടേസ്റ്റൊക്കെ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ വാഴക്കൊലയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വലിയ വാഴക്കൊലയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് തീരൂല. അപ്പം ഞാനും മോളൊക്കെ ഉള്ള ടൈമിൽ കേട്ടോ. അപ്പോൾ ആ വാഴക്കൊല ഫുള്ള് അതിൻ്റെ കായ എടുത്തിട്ട് തൊലി കളഞ്ഞ് ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുവെള്ളവും അതിലിട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്തെടുക്കും കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അന്ന് നല്ല അത്യാവശ്യം വലിയ വാഴക്കൊലൊക്കെ ഉണ്ട്. ഇന്നും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്, ചെറുതുണ്ടാവാറുണ്ട്, വലുതുണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ഇതിനെടുത്ത ചെറിയൊരു വാഴക്കൊലേൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളാട്ടോ. കുറേ പഴുത്തിട്ട് എടുത്തു. ഇപ്പോൾ വാഴക്കൊല ഞാൻ കാണിച്ചില്ല, തീർന്നിട്ട് ഈ ഒരു ഇത്ര വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ വാഴക്കൊല. ഈ ഒരു ചെറിയ വാഴക്കൊല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കായാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് അത്യാവശ്യം ഒരു 15 കിലോൻ്റെ അടുത്ത് തന്നെ വാഴക്കൊല ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ വെണ്ണീർപ്പൂവിൻ്റെ തന്നെ. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ചാൽ ഫുള്ള് തീരൂലെന്ന് കണ്ടിട്ട് കായ കൊണ്ട് കൊടുത്തിട്ടോ. പക്ഷേ അത് കടയിൽ കൊടുക്കുമ്പം വലിയ വില ഒന്നും കിട്ടൂല. അവർ കറിക്കായായിട്ടാണ് ഉപയോഗിക്കുക. അവരങ്ങനെയാണ് പറയുന്നത്, ഇതിന് വലിയ റേറ്റ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം കുറഞ്ഞെന്തോ റേറ്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനത് ഒന്നാമത് ഭക്ഷിച്ച് കഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും ഇവിടെ ആളില്ലാത്തതുകൊണ്ടും ആണ് അത് കൊടുത്തത്. പിന്നെ അത് കൊടുത്താൽ നമുക്ക് പൈസയും കിട്ടും, അതും വിചാരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വാഴക്കൊല കൊടുത്തു. പിന്നെ ഒരു ചെറുത് ഞാൻ നോമ്പിന് കാണിച്ചില്ലേ, ജ്യൂസൊക്കെ അടിച്ച് അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ചിപ്സ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ ഞാൻ പഴമായിട്ട് തന്നെ ഉപയോഗിച്ച്. പിന്നെ കുറേ കളയേണ്ടിയൊക്കെ വന്നിട്ടോ, നോമ്പല്ലേ, അങ്ങനെ ഫുള്ള് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഇതിപ്പോൾ ചെറുത് പച്ചക്കായൻ്റെ ഒരു വാഴക്കൊല അവിടെ വെട്ടാനുണ്ടായിരുന്നു. അത് വെട്ടി. ഇപ്പം ഞാൻ ലീവുള്ള ടൈമിൽ അതിൽ കുറച്ച് പഴുത്ത് ഒരു 5-6 പഴുത്ത് കിട്ടി. ബാക്കി ഇന്നലെ മിനിയാന്ന് ഞാൻ കുറച്ച് ചിപ്സ് ഉണ്ടാക്കി കഴിച്ചു വൈകിട്ട് ചായക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ മോളൊക്കെ ഉള്ള ടൈമിൽ, മോള് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ 9-10 പോകുന്ന ടൈമിലൊക്കെ നമ്മൾ വൈകിട്ടും രാവിലെയൊക്കെ ചായക്ക് ചിപ്സോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ട് വരുന്നതിനു ഇപ്പം നിർത്തിയിട്ടോ. ഇപ്പം അങ്ങനത്തെ ഇതില്ല, ശീലമൊന്നുമില്ല. എപ്പോഴെങ്കിലും വേണമെന്ന് വിചാരിച്ചാൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് എന്നിട്ട് ഇത് ഒരു വലിയ ടിന്നിൽ ഒരു 3 കിലോ 2 കിലോൻ്റെ അടുത്ത് ഫുള്ളൊരു ദിവസം ഇതിനായിട്ട് മെനക്കെട്ട് വലിയ വാഴക്കൊല വയ്ക്കും. എന്നിട്ട് അത് തൊലി പൊളിച്ച് അരിഞ്ഞ് ഇതുപോലെ ആക്കി ടിന്നിലാക്കിയിട്ട് നമ്മൾ രാവിലെ നല്ല ചൂടാറാത്ത ടിന്നിലാക്കി വെച്ചിട്ട് രാവിലെ വൈകിട്ടും അത് ചിപ്സായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് ഇരുന്നേരെ പിന്നെ അങ്ങനെ അത് എടുത്തുകൊണ്ട് വെക്കും. എന്നിട്ട് നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാകുന്നല്ലേ, വലിയ വിഷം കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് റെഡിയായി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ചില പ്രേക്ഷകർക്ക് ഇതറിയാൻ സാധ്യത കുറവാണ്, ഇതിൻ്റെ ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാമെന്നുള്ളത്. ചിലരൊക്കെയും അത് പഴിച്ച് കഴിക്കാറായിരിക്കും പതിവ്. അപ്പം ഞാൻ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയാത്തവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ.
അപ്പം ഞാനിതാ ഇത് ഇങ്ങനെ കുറേ ഞാൻ കട്ട് ചെയ്തു. അതെല്ലാം കൂടെ വീഡിയോ ഇടണ്ടല്ലോ വിചാരിച്ചിട്ട് കട്ട് ചെയ്തു. അപ്പം ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. കിട്ടുമോ? ഇത് പച്ചക്കായല്ലേ, ഇത് പച്ചക്കായ എടുത്തിട്ട് ഇതിൻ്റെ രണ്ടറ്റം ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ അറ്റം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിൻ്റെ സെൻറ്ററിൽ നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഭാഗത്ത് ഇതുപോലെ നല്ലോണം ഉള്ളിലേക്ക് ആഴ്ന്നു പോകുന്ന പോലെ കട്ട് ചെയ്യാതെ ഇതിൻ്റെ ഈ പച്ച തൊലി മാത്രം കട്ട് ചെയ്തിട്ട് ഒന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക, ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങോട്ട് തുറന്നു വരുന്ന പോലെയാവും. എന്നിട്ട് ഇതിനെ കത്തി മാറ്റി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ പൊളിച്ച് കിട്ടും. നേന്ത്രക്കായൻ്റെ കിട്ടുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇതേപോലെ പൊളിച്ചിട്ട് കിട്ടും. ഇത് ഞാൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ മെല്ലെ മെല്ലെ ചെയ്യുന്നത്, സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ പൊളിച്ച് കിട്ടും, കണ്ടില്ലേ? എന്നിട്ട് ഇത് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് അരിയുക. ഇങ്ങനെ കട്ട് ചെയ്യുക, നൈസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇടുന്നതാണ് നല്ലത്. കാരണം വെള്ളത്തിലാകുമ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന പാത്രത്തിനൊന്നും അങ്ങനെ കറ പിടിക്കില്ല. അല്ലാതെ നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ നമ്മളെ കയ്യിൽ ഓൾറെഡി കറയാവും. നമ്മൾ എണ്ണ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ രണ്ട് കായ ഞാൻ എടുത്ത് വെച്ചിട്ടോ അതങ്ങനെ അറ്റം കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കത്തി കൊണ്ട് ജസ്റ്റ് ഇതങ്ങനെ ഇതാക്കി കൊടുക്കുക, തൊലി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നമ്മൾ കത്തി മാറ്റി വെച്ചിട്ട് പൊളിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പെട്ടെന്ന് കിട്ടും. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക. ഇങ്ങനെ അരിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ വെക്കണം കേട്ടോ. കൈയൊക്കെ ഒന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ, കഴുകിയിട്ട് ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ച ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ വറുത്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് എടുത്തെക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. 1-2 വട്ടം കഴിക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല ഞാൻ ഉണ്ടാക്കാറ്. ഞാൻ ഒരുപാട് വലിയ ടിന്നിൽ, ഇപ്പോൾ ഞാനിതാ ടിന്ന് കാണിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ടിന്നിലൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 കിലോൻ്റെയൊക്കെ പൊടിയൊക്കെ കൊള്ളുന്ന ആ ടിന്നിൽ പകുതിയോളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാനത് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട പച്ചക്കായ ആയിട്ടുണ്ടാവില്ല, 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആവണം കേട്ടോ ചെയ്യണമെങ്കിൽ. ഞാൻ കഴിക്കുന്നതായതുകൊണ്ട് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഞാനങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി അടുപ്പത്ത് ഞാൻ ഓൾറെഡി ഇതിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അത് എണ്ണ ചൂടാവുമ്പോൾ ഇതൊന്ന് നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് വെക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ ഇടുന്നത് ഒന്ന് കോരിയിട്ട് വെള്ളം ഇതാവുന്ന വരെ ഒന്നിങ്ങനെ പിടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓൾറെഡി ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഒരു പാത്രം കൂടെ എടുക്കട്ടെ. അതനുസരിച്ച് ഇനി അതിൽ കേടുപാടുകളൊന്നും വരാനില്ല. ഇങ്ങനെ പിടിക്കുക. കുറച്ച് നേരം ഒന്ന് വെള്ളം വന്നിട്ട് കുറച്ച് മാറി നിന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് കിട്ടും നല്ലത്. കാരണം നമ്മളെ മേലേക്കൊക്കെ ഓയിൽ തെറിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് ടൈമൊക്കെ ഇത് കട്ട് ചെയ്യുമ്പോഴൊക്കെ റെഡി ആവണമെന്നൊന്നുമില്ല കേട്ടോ. നൈസായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് വേഗം പൊരിഞ്ഞ് കിട്ടും.
അല്ലെങ്കിൽ കുറച്ച് താമസം പിടിക്കും. പിന്നെ ഒരു കട്ടി നമ്മൾ കഴിക്കുമ്പോൾ ഒരു കട്ടിയും വരും. പിന്നെ സാധാരണ നമ്മൾ നേന്ത്രക്കായൻ്റെ ചിപ്സ് കഴിക്കുമ്പം പല്ലിൻ്റെ ഉള്ളിലൊക്കെ പോലെ അതേപോലെ തന്നെ ഇത് കഴിക്കുമ്പോഴും ഇത് നല്ല പൊടിയുള്ള കായ ആയതുകൊണ്ട് ഇതും പല്ലിൻ്റെ അകത്തൊക്കെ പോയി കുറച്ചൊക്കെ ബുദ്ധിമുട്ടാക്കും. എന്നാലും നമുക്കൊരു ചിപ്സായിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. എനിക്ക് പഴം കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇത് ചിപ്സാക്കി കഴിക്കുന്നതാണ്. പിന്നെ എനിക്കിതിന് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നോമ്പിൻ്റെ ടൈമിലൊക്കെ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് ഞാൻ ഇതുമലേക്ക് പിന്നെ അധികം ശ്രദ്ധ തിരിയാതെ വേഗം ജ്യൂസ് അടിക്കാനും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത്. അപ്പം ഇത് ഞങ്ങളും മോളൊക്കെ ഉള്ള ടൈമിൽ ചായക്ക് വൈകിട്ടും ചില സമയം നമ്മളതിൽ പൈസയൊക്കെ ഇല്ലാത്ത സമയം വൈകിട്ട് ചായൻ്റെ സ്നാക്കും കാര്യങ്ങളും വാങ്ങാനും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സേവാക്കി വയ്ക്കും. എന്നിട്ട് ഇതിന് എടുത്തിട്ട് ചായ എന്തായാലും ചായ നമ്മൾ കുടിക്കും. അത് അങ്ങനെ ഒരു ശീലമായിരുന്നു ആ ടൈമിൽ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും അപ്പം അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചായ കുടിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കഴിക്കാൻ സാധനങ്ങളും ഉണ്ട്, എന്നാലും ചായ നിർബന്ധമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചിപ്സും കൂടെ ആയിട്ട് കാണിച്ചു തരാം, എന്നിട്ട് നോക്കാം. നമ്മൾ എണ്ണ ഏകദേശമൊക്കെ ചൂടായോണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടയിലൊക്കെ കൊടുത്താൽ വലിയ വില ഇല്ലാത്ത സാധനമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇത് കടയിൽ ഇതിൻ്റെ ചിപ്സ് കിട്ടലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നമുക്കിത് നല്ലൊരു എന്താ ഒരു കാര്യമുള്ള ഒരു ആണെന്താനും. അപ്പോൾ കടയിൽ ഇതിനൊരു വിലയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു വിലയുള്ള സാധനമാണ് കേട്ടോ, എന്നെ സംബന്ധിച്ചാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഞാനിതാ ഒന്ന് നോക്കിയപ്പോൾ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ച് വിട്ട് നിന്നിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ടൈം ഇതിലിടുമ്പോൾ ഫസ്റ്റ് ടൈം ഇതിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ വെള്ളം ഉണ്ടാവില്ല, നല്ലപോലെ വെള്ളം വാർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് കോളുള്ള ഇങ്ങനത്തെ ഇതില്ലേ നെറ്റിത്തവി കുറച്ച് നീളമുള്ള ഇതൊക്കെ ഉള്ള എടുത്തിട്ട് കുറച്ച് വിട്ട് നിന്നിട്ടൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മേലിലേക്കൊക്കെ പറ്റും. അത്യാവശ്യം ഓയിലും വേണം. അപ്പോൾ ആ ഓയിലിൽ നല്ലോണം വെളിഞ്ഞ് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് നോക്കാം. ഇത് നന്നായിട്ട് മൊരിയുമ്പം തന്നെ ഇതിന് നല്ല സൗണ്ടൊക്കെ വരും. ചിപ്സിൻ്റെ തന്നെ പാത്രത്തിലേക്ക് ഇടുമ്പോഴേ നല്ല സൗണ്ടൊക്കെ ആയിരിക്കും. ഒരു നമ്മൾ നേന്ത്രക്കായൻ്റെ ചിപ്സൊക്കെ നമ്മൾ ഗ്ലാസിൻ്റെ പ്ലേറ്റിലേക്കൊക്കെ ഇടുന്നൊരു ഇത് വരില്ലേ, ആ ഒരു സൗണ്ട് ഇതിന് വരും. അതായത് നല്ലോണം മൊരിഞ്ഞ് അതേ ചിപ്സ് തന്നെ ആയിട്ട് വരും. അപ്പം ഇവിടെ ഞാൻ ഇപ്പം എനിക്കിത് തന്ന എൻ്റെ ഫ്രണ്ടിനെ പോലും അറിയില്ല ഇതിങ്ങനെ ചെയ്യാൻ. ഓൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഓളെന്നോട് പറയേണ്ടതാണ് ഇതിങ്ങനെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞില്ല. എനിക്കൊരു പച്ചക്കായൊക്കെ ഒരു പൊടി തോന്നിയപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് സക്സസ്സായി. പിന്നെ ചിപ്സ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞാൽ നല്ല റേറ്റല്ലേ. നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ നേന്ത്രക്കായൻ്റെ ചിപ്സ്. അത് പക്ഷേ വാങ്ങാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റാണ്. എപ്പോഴെങ്കിലും നമുക്ക് ആഗ്രഹമുള്ളപ്പോഴൊക്കെ ഞാൻ വാങ്ങി കഴിക്കാറുള്ളൂ, എന്നൊന്നും കഴിക്കലില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും വിരുന്നൊക്കെ പോകും അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് ആദ്യം വാങ്ങിയ ഒരു ഇതായിരിക്കും ഇല്ലേ ചിപ്സ്. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെ വാങ്ങൽ. അതൊരു വിലപ്പെട്ടൊരു ചിപ്സാണല്ലോ ചിപ്സുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ തീ കുറച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ സംസാരം നിർത്തിയിട്ട് ഇത് വാരി വെക്കട്ടെ കേട്ടോ. ഇതാണ് ഇങ്ങനെ വരും. ഇത്രയും ഞാൻ ചുമപ്പിക്കണമെന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ സംസാരിച്ചൊക്കെ കുറച്ചൊന്ന് കഴിയുന്നുള്ളൂ. അത് നമ്മളെ നേന്ത്രക്കായൻ്റെ ഇത് ചിപ്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരില്ലേ, അതേപോലെ ഇത് ചെയ്യുമ്പോൾ ഇതിനൊരു എണ്ണയ്ക്കും ഇതിൻ്റെ ഈ ഫ്ലേവർ ഒരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. ഇങ്ങനെ
അപ്പോൾ ഇനി അടുത്തത് നമ്മളിങ്ങനെ ചെയ്യാം. ഇന്ന് കട്ടൻ ചായയും ചിപ്സുമാണ് വൈകിട്ട് ഇപ്പോൾ കഴിക്കാൻ കൂടെ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണല്ലോ. അപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും ടൈമില്ല, കണ്ടൻറ്റ് തരാനൊന്നും ടൈമില്ല. അപ്പം ഞാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ് പിന്നെ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചിലരൊക്കെ വിചാരിക്കും, ഇവിടെ ഭയങ്കര പഠിത്തക്കാരത്തി, നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് ഭയങ്കര ജാടയാണ്, അതാണ് ഇതാണെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനത് ഇടുന്നത്. ഇത് ഏകദേശം ഇതിലേക്ക് ഇടുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. അപ്പോൾ അതൊന്ന് അമർന്നിട്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വരാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഇടുന്നത് വലിയ ജാടയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ബികോം ചെയ്യുന്ന കുറേ ആളുകൾ തുടർന്ന് ഇനിയും ഉണ്ടല്ലോ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ കണ്ടോട്ടെ. കാരണം എനിക്ക് ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ആരെങ്കിലും അപ്ലോഡ് ചെയ്തത് നോക്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ക്വസ്റ്റ്യനും ആൻസറൊക്കെ സെർച്ച് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് റെഫറൻസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സ്റ്റഡി നോക്കാറ്. സമയം കിട്ടുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് എനിക്ക് തോന്നുന്ന പഠിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പഠിച്ചിട്ട് അങ്ങനെ പോകാൻ കേട്ടോ ചെയ്യുക. അപ്പം അങ്ങനെ ആർക്കെങ്കിലും പ്രിഫറൻസ് ചെയ്യാനും അവരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് കേട്ടോ ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ വേറെ നമ്മൾ വലിയ വിദ്യാഭ്യാസക്കാരിയാണ്, അതാണ് ഇതാണ് നമുക്ക് കരുതാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഒരു ചിന്തയിലൊന്നും ചെയ്യുന്നതല്ല കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവരും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് പഠിച്ച് നോക്കുക, പാസ്സാവാൻ ശ്രമിക്കുക. ചിലരൊക്കെ തിരക്കൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അവർക്കൊക്കെ ഈസി ആയിട്ട് പാസ്സാകാനൊക്കെ പറ്റും. എനിക്ക് തിരക്കും കാര്യങ്ങളുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. നമ്മളെ ചിപ്സ് രണ്ടാമത്തെ സ്റ്റെപ്പ് റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കാണുന്നതാണെങ്കിൽ കുറച്ച് കാണില്ല, ഫുള്ളായിട്ട് കണ്ടാൽ എനിക്കിതെല്ലാം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ മനസ്സിലാവും. ഞാനിതിൻ്റെ കൂടെ സംസാരിക്കുന്നേ ഉള്ളൂ. ഇത് ഇങ്ങനെ വെറുതെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കൂടെ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ സ്റ്റെപ്പും കൂടെ ബാക്കി ഞാൻ ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് മനസ്സിലായല്ലോ എല്ലാവർക്കും. എല്ലാവരും ചെയ്ത് നോക്കട്ടോ. നന്നായി. നമ്മൾ സാധാരണ ചിപ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ചിപ്സ് ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ ഇങ്ങനത്തെ വാഴ ഉണ്ടെങ്കിൽ വാഴക്കൊലൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. പ്രിപ്പറേഷൻ റെഡി ആയാൽ നിങ്ങൾക്കും ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഇതാണ് വെണ്ണീർപ്പൂവൻ വാഴക്കുലേൻ്റെ കായ വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇനി വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എക്സാം എഴുതുന്ന സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഞാൻ ചാനൽ തുടങ്ങിയ ഉടനെ ഒരു വീഡിയോ ചെയ്തിരുന്നു.
അതായത് ഒരു 3 വർഷം മുമ്പ്, 2.5-3 വർഷം മുമ്പ് ആ ഷോർട്സ് വീഡിയോ ആണ്. ആ വീഡിയോ അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ആ വീഡിയോ വീണ്ടും അതേ സംഭവം വീണ്ടും വീഡിയോ എടുത്തിട്ടുണ്ട്. കൈ വേറൊരു കാര്യം, എക്സാം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 സംതിങ് ആയി. ഞാനൊരു 5 സംതിങ്ങിന് എത്തിയതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ 2 വർഷം മുമ്പ് എടുത്ത അതേ വീഡിയോ വീണ്ടും, അതേ വീഡിയോ അല്ല കേട്ടോ, അതേ സംഭവം ഞാൻ വീണ്ടും ഇന്ന് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നാണ് എടുത്തത്, അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്താ സാധനം എന്നുള്ള ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് അത് കുറച്ച് ക്ഷീണമാണ്. 1-2 ആയപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് ഉണ്ടാവുകയെന്ന് അറിയില്ല, ഇനിയും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം, ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ഫ്രം ലൈല ലുലു. ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്, ചായ കുടിക്കണം. വന്നിട്ട് ഇത്രയും സമയമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാണ്ട് പോയി. എക്സാമിന് 11 മണിയൊക്കെ ആകുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ചായ കുടിക്കട്ടെ. ചോറ് കുക്കറിലായി റെഡിയായി. കറി ഉണ്ടാക്കും. കറി വെക്കാൻ മീൻ ഇവിടെ സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് കറി വെക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെയൊക്കെ നല്ല ഉറക്കം വെച്ചിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അപ്പം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. ഇനി നാളെ എക്സാമില്ല, ലാസ്റ്റ് ഒരു എക്സാമും മറ്റന്നാളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ റിലാക്സ് ആവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ടാറ്റ.